ഒരു നിമിഷം നിങ്ങളുടെ കണ്ണട ഒന്ന് ഊരി നോക്കൂ. ലോകം പെട്ടെന്ന് മങ്ങിപ്പോയില്ലേ? നമ്മുടെ മൂക്കിൻ തുമ്പിലിരുന്ന മങ്ങിയ കാഴ്ചകളെ മാന്ത്രികമായി തെളിച്ചെടുക്കുന്ന ഈ കൊച്ചു കണ്ണടയ്ക്ക് പിന്നിൽ നൂറ്റാണ്ടുകൾ നീണ്ട കടൽ യാത്രികളുടെയും രാജകൊട്ടാരങ്ങളുടെ രഹസ്യങ്ങളുടെയും വലിയൊരു കഥയുണ്ട്. ദേശീയ കണ്ണട ദിനമായ ഇന്ന് ഇന്ത്യയിലേക്ക് ഈ അത്ഭുത കണ്ണാടി ആദ്യമായി എത്തിയ കാലത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം. അതാ നോക്കൂ, ചെവിയിൽ നൂലുകൊണ്ട് കെട്ടിവെച്ച 2 കണ്ണാടി തുണ്ടുകൾ. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയിലെ തെരുവിലൂടെ നടന്നുപോയ വിദേശ സഞ്ചാരിയെ നോക്കി അന്നത്തെ നാട്ടുകാർ അത്ഭുതത്തോടെയും അല്പം ഭയത്തോടെയും പറഞ്ഞ വാക്കുകളാണിത്. എഴുത്തും വായനയും ജീവശ്വാസമായി കൊണ്ടു നടന്നിരുന്ന, എന്നാൽ പ്രായമാകുമ്പോൾ കാഴ്ച മങ്ങി പോകുന്നതിന് മുന്നിൽ നിസ്സഹായരായി നിന്നിരുന്ന ഭാരതീയർക്ക് മൂക്കിന് മുകളിൽ വയ്ക്കാവുന്ന ഈ കൊച്ചുപകരണം ഒരു മാന്ത്രിക വിദ്യ പോലെയാണ് തോന്നിയത്. കാഴ്ചയെ തിരികെ നൽകുന്ന ആ ജാലവിദ്യക്ക് പിന്നിൽ ഏതോ ആഭിചാരക്രിയയാണെന്ന് പോലും അക്കാലത്ത് ചിലർ വിശ്വസിച്ചിരുന്നു. 17-18 നൂറ്റാണ്ടുകളായപ്പോഴേക്കും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും അടങ്ങുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഇന്ത്യയിൽ പിടിമുറുക്കി. ഇതോടെ കണ്ണടകൾ കൊട്ടാരക്കെട്ടുകൾക്ക് പുറത്തേക്കിറങ്ങി നടക്കാൻ തുടങ്ങി. ഇനി ഇന്ത്യയിൽ കണ്ണട എവിടെ നിന്നാണ് എത്തിയതെന്ന് ചോദിച്ചാൽ ആദ്യമായി കണ്ണടകൾ കൊണ്ടുവരുന്നത് കടൽ കടന്നെത്തിയ പോർച്ചുഗീസുകാരാണ്. പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരിയായ ഫെർണാവോ മെൻഡസ് പിന്റോയുടെ കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ച് കൗതുകകരമായ വിവരങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഷെൽഫിൽ ഒളിപ്പിച്ച രഹസ്യം. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കൊട്ടാരത്തിലേക്ക് ജസ്യൂട്ട് പാതിരിമാരെത്തിയപ്പോൾ അവർ കൊണ്ടുവന്ന പെട്ടിക്കുള്ളിൽ ചക്രവർത്തിക്കായി വിലയേറിയ ഒരു സമ്മാനമുണ്ടായിരുന്നു. യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കണ്ണട. വായനയോട് അടങ്ങാത്ത ഭ്രമമുണ്ടായിരുന്ന മുഗൾ പ്രഭുക്കന്മാർക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. പിന്നാലെ കാഴ്ചശക്തി കൂട്ടുക എന്നതിലുപരി കൊട്ടാരങ്ങളിലെ രാജാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും അന്തസ്സിന്റെയും ആഠിത്യത്തിന്റെയും പ്രതീകമായി കണ്ണടകൾ മാറി. രാജാവ് കണ്ണട വെച്ചാൽ അത് വലിയൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റായി കൊട്ടാരങ്ങളിൽ വാഴ്ത്തപ്പെട്ടു. കാലം മാറി. നഗരങ്ങളിലെ ധനികരായ വ്യാപാരികളും വക്കീലന്മാരും പണ്ഡിതന്മാരും കണ്ണടകൾക്കായി കാത്തിരുന്നു. അന്നത്തെ കൊൽക്കത്ത, മദ്രാസ്, ബോംബെ തുടങ്ങിയ തുറമുഖ നഗരങ്ങളിലെ കടകളിൽ ലണ്ടനിൽ നിന്നും പാരീസിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്ത അത്യാധുനിക കണ്ണടകൾ ലഭ്യമാണെന്ന് കാണിച്ച് പത്രങ്ങളിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഉയർന്ന വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിരുന്നതിനാൽ അപ്പോഴും ഇതൊരു ആഡംബര വസ്തുവായിരുന്നു. ചെവിയിൽ നൂല് കെട്ടിവെച്ചിരുന്ന ആ പഴയ കണ്ണാടി തുണ്ടിൽ നിന്ന് ഇന്ന് നമ്മൾ ധരിക്കുന്ന ബ്ലൂ കട്ട് ലെൻസുകളിലും ആന്റി ഗ്ലെയർ സ്മാർട്ട് കണ്ണടകളിലും എത്തുമ്പോൾ കാലം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇന്ന് കണ്ണട വെറും ഒരു കാഴ്ച സഹായിയല്ല, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്, ഒരു വലിയ ഫാഷനാണ്. വിദേശത്ത് നിന്ന് വരുന്ന കണ്ണടകൾ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യയിലെ തദ്ദേശീയരായ കരകൗശല വിദഗ്ധർ ഈ വിദേശിക്ക് ഒരു ഇന്ത്യൻ ടച്ച് നൽകാൻ തീരുമാനിച്ചു. അവരൊരു വിപ്ലവത്തിന് തന്നെ തിരികൊളുത്തി. ഇന്ത്യൻ ഡിസൈനർമാർ യൂറോപ്യൻ കണ്ണടകൾ അഴിച്ചു പരിശോധിച്ചു. അവർ ആമത്തോട്, പോത്തിന്റെ കൊമ്പ്, വെള്ളി, പിച്ചള എന്നിവ ഉപയോഗിച്ച് അതിമനോഹരമായ ഫ്രെയിമുകൾ ഇന്ത്യയിൽ തന്നെ കൈകൊണ്ട് നിർമ്മിക്കാൻ ആരംഭിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബോംബെയിലും കൊൽക്കത്തയിലും ഇന്ത്യക്കാരുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോപ്പുകൾ ഉയർന്നു വന്നു. ലെൻസ് കൃത്യമായി മുറിച്ചെടുക്കാനും കാഴ്ച പരിശോധിക്കാനുമുള്ള വിദ്യ ഇന്ത്യക്കാർ സ്വന്തമാക്കിയതോടെ കണ്ണടകൾ സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒന്നായി മാറി. അതുകൊണ്ട് ഇനി നിങ്ങൾ കണ്ണട മുഖത്ത് വയ്ക്കുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ മൂക്കിൻ തുമ്പിലിരിക്കുന്നത് വെറും ഒരു ഗ്ലാസ് കഷ്ണമല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അക്ബർ ചക്രവർത്തി അത്ഭുതത്തോടെ നോക്കിക്കണ്ട സാങ്കേതിക വിദ്യയുടെയും ചരിത്രത്തിന്റെയും ഒരു വലിയ വിപ്ലവമാണ്. അപ്പോൾ എല്ലാവർക്കും ദേശീയ കണ്ണട ദിനാശംസകൾ.